പണമല്ല വലുത്, ജീവനാണ് വലുത് എന്ന് ചിന്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഈ സ്വകാര്യ ആശുപത്രികൾ, ഒപ്പം തന്നെ ഞാൻ സർക്കാർ ആശുപത്രികളെ ഒട്ടും അതിൽ നിന്ന് താഴ്ത്തി കാണിക്കുന്നില്ല. കാരണം ഇവിടെ രണ്ടിടത്തും ആശുപത്രികൾ എന്ന് പറയപ്പെടുന്ന രോഗികളാൽ സമ്പന്നമാണിപ്പോൾ. അത്രത്തോളം സമ്പന്നമാകുമ്പോഴും രോഗികളുടെ ജീവന് പക്ഷെ പുല്ലുവിലയാണ് ഇവിടുത്തെ മാനേജ്മെന്റും ഡോക്ടർമാരും കൽപ്പിക്കുന്നത് എന്നതാണ്. പകരം പണമല്ല വലുത്, ജീവനാണ് വലുത് എന്ന് കരുതുന്ന എത്ര ഡോക്ടർമാർ, എത്ര സ്വകാര്യ ആശുപത്രികൾ, എത്ര സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റുകൾ, ഇതിന്റെ ഓണർമാർ ചിന്തിക്കുന്നുണ്ട്? പണം തന്നെയാണ് ഇവരുടെ എല്ലാം മുഖ്യ കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ പരിപാവനമായ ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലൂടെയാണ് ഈ ഒരു ആപ്തവാക്യം, അതായത് പണമല്ല വലുത്, ജീവനാണ് വലുത്. 2017 കേരള ഗവൺമെന്റ് തയ്യാറാക്കിയ കേരള ഹോസ്പിറ്റൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു റെഗുലേഷൻ, അത് ഇപ്പോൾ വരെയും നടപ്പിലായിട്ടില്ല. എത്ര വർഷമായി നോക്കൂ ശ്രീ ഗോപകുമാർ, 8 വർഷത്തോളമാണ്. അപ്പൊ അതില് ഈ സ്വകാര്യ ആശുപത്രികളെ ആണല്ലോ പണം കൊടുത്ത് ചികിത്സിക്കുന്ന ആശുപത്രി എന്ന് നമ്മൾ കരുതുന്നത്. മറ്റേത് ധർമാശുപത്രി എന്നാണല്ലോ വെപ്പ്. അത് പേരിലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഈ കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, ഈ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഓരോ ചികിത്സയ്ക്കും എത്ര രൂപയാണ് ഫീസ് എന്ന് എഴുതി വെക്കണം, വിലവിവര പട്ടിക. അത് നമ്മൾ ഈ മാർജിൻ ഫ്രീയിലും ചായക്കടയിലും. അവിടെ ചായക്കടയിൽ പിന്നെ ഒരു അടിയിലൊരു ഇത് കാണും, മാനേജറുടെ യുക്തം പോലെ വിലയിൽ മാറ്റം വരുത്തും. അതേപോലെ ഈ പറ്റത്തില്ല. ഇവിടെ എഴുതി വെച്ചാൽ ആ രൂപയെ നമ്മൾക്ക് കൊടുക്കേണ്ടതായി വരും. വേണേ പിന്നെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ശ്രീ ഗോപകുമാർ നേരത്തെ പറഞ്ഞ കണക്ക് ആരോഗ്യ മേഖലയെ നമ്മളിപ്പോ ഇത് രണ്ടായിട്ട് തിരിച്ചു കാണാൻ പറ്റില്ല. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ അപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കണമെന്ന് എഴുതി വെക്കാം. സർക്കാർ ആശുപത്രിയിൽ ഒരു ബോർഡ് വെക്കേണ്ടി വരും, നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടുന്ന ഉപകരണങ്ങൾ, മുട്ട് മാറ്റി വെക്കണമെങ്കിൽ തൊട്ടടുത്ത് കൊടുക്കുന്ന ഈ എക്യുപ്മെന്റ്സ് വിൽക്കുന്ന കടയിൽ നിന്നും കൊണ്ടുവരേണ്ടുന്ന ഒരു ലിസ്റ്റ്, പഞ്ഞി, സിറിഞ്ച്, ഇത് കത്രിക, ഇതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് വെക്കേണ്ടി വരും. എന്തായാലും മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ സംഗതിയാണ് ആരോഗ്യം. അത് സ്വകാര്യമായാലും ഒരു സംശയം കൂടെ ചോദിച്ചിട്ട് തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഒരു സംശയം കൂടെ ചോദിക്കുക. സാർ ഇപ്പൊ പറയുന്ന പോലെയാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് എത്തപ്പെടുന്ന സാധാരണക്കാരുണ്ട്. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എത്തപ്പെടുമ്പോൾ അവർ പക്ഷേ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ട്, എന്ത് അസുഖമായിട്ട് വന്നിരുന്നാലും ശരി, ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും റോഡിലായിരിക്കും. കാരണം ഈ ബൈസ്റ്റാൻഡർക്ക് ഏത് സമയവും ഈ സാധനം മേടിച്ച് അകത്ത് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. അപ്പം നമ്മുടെ സർക്കാർ ഈ പറയുന്ന മരുന്നും അതുപോലുള്ള സാധനങ്ങളൊന്നും ഇല്ലേ? വെറുതെ ഒരു രോഗികൾക്ക് കിടക്കാനിടയില്ല, തലയിലാണ് കിടക്കുന്നതെങ്കിൽ കൂടി അത്തരത്തിലൊരു സംവിധാനം മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നില്ലല്ലേ നമ്മുടെ ആരോഗ്യ മേഖല? എന്നിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ എത്ര വട്ടമായി പറയുന്നത്. ഇനി സ്വകാര്യ മേഖലയിലേക്ക് വന്നാൽ അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഈ ആദ്യം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്രത്തോളം കുത്തഴിഞ്ഞു കിടക്കുമ്പോഴാണ് സ്വകാര്യ മേഖലയിലുള്ളവർ ഇങ്ങനെ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അവിടെ. തീർച്ചയായും സർക്കാർ സംവിധാനം കുറ്റമറ്റതും നമ്മൾക്ക് പ്രാപ്യവുമാണെങ്കിൽ ആരും വെറുതെ സ്വകാര്യ ആശുപത്രി പോവില്ലല്ലോ, പൈസ കളയാൻ പോവില്ല. അപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ പോകാതെ സ്വകാര്യത്തിൽ പോകുന്നത് നല്ല ചികിത്സ കിട്ടാനും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാനും ഒക്കെയാണ്, കെയർ കിട്ടാനുമാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ ചവറ പന്മനയിലെ വേണു വന്നതുപോലെ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ വന്ന ആളിനെ തറയിൽ കിടത്തിയിട്ട് 4-ാം ദിവസം ഒരാളിന്റെ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ക്യാൻസലേഷൻ വരാഞ്ഞത് കൊണ്ട് മോർച്ചറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത അവസ്ഥ വരും. ഈ അനുഭവം ഉള്ളത് ഈ വാർത്ത കാണുകയും വായിക്കുകയും ചെയ്ത ആരെങ്കിലും ഒരാൾ ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും എവിടെ ആയാലും വരുന്ന ഒരാളിന്റെ അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചികിത്സ കിട്ടണം. ഇപ്പൊ കോടതി ഇവിടെ പറഞ്ഞതുപോലും ഒരാൾ വളരെ ഗുരുതരമായി പെട്ടെന്ന് ഒരു അവസ്ഥയിൽ വരുമ്പോൾ അയാളുടെ അടുക്കെ ഇത്ര രൂപ ആദ്യം അടയ്ക്കുക, അല്ലെങ്കിൽ ഇന്നതൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടെ സൗകര്യമില്ല എന്ന് പറയാൻ പാടില്ല. അത് ഗവൺമെന്റിലും പറയാൻ പാടില്ല, സ്വകാര്യ മേഖലയിലും പറയാൻ പാടില്ല. അതുപോലെ ഈ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റേ, ലാബ് റിസൾട്ട്, ഇതൊന്നും പലരും കൊടുക്കില്ല സ്വകാര്യ ആശുപത്രി.
ഗവൺമെന്റ് ആശുപത്രി പിന്നെ ഇത് നടന്ന് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കിടക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിലും ഈ ടെസ്റ്റ് ചെയ്യുന്നത് സ്വകാര്യ ലാബിലുമായിരിക്കും. അത് സ്വകാര്യ ലാബിലെന്ന് മാത്രമല്ല, മിക്കവാറും ഈ നല്ലവരായ ഹാരിസ് ചിറയ്ക്കലിനെ പോലെയുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന കുറെ ഡോക്ടർമാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലായിടത്തും കാണും. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി ലാബുകളൊക്കെ പലതും ഈ ഡോക്ടർമാരുടെ തന്നെ സ്വന്തമായിട്ട് അവർ നടത്തുന്നുണ്ട്. ഒറ്റയ്ക്ക് നടത്തുന്നവരുണ്ട്. അവര് തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ 10 ഡോക്ടർമാര് ചേർന്ന് ഒരു സഹകരണ സംഘം പോലെയുണ്ട്. അവിടുന്ന് തന്നെ എടുത്തോണ്ട് വരണം. ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അവിടെയൊക്കെ ഒരു മിനിമം റേറ്റും ഒക്കെ വരേണ്ടതാണ്. അതെല്ലാമാണ് ഈ കോടതി ഒരു സിംഗിൾ ബെഞ്ച് ആദ്യമേ ഇതിനെ അനുകൂലമായിട്ട് വിധി വന്നു. പക്ഷേ കേസിന് പോയത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? IMAയുടെ കേരള ഘടകം, ഡോക്ടർമാരുടെ കേരളത്തിലെ ഘടകം, അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ, ഇവരൊക്കെയാണ് ഇതൊന്നും നടപ്പിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിനേക്കാൾ ഇരട്ടി കർശനമായി 30 ദിവസത്തിനകം മര്യാദയ്ക്ക് ഈ റേറ്റുകളെല്ലാം എഴുതി വെച്ച് ഇതെല്ലാം നടപ്പിലാക്കിക്കൊള്ളണം, ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണമെന്നും പറഞ്ഞത് കൊണ്ട് പെട്ടിരിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റിനും കൂടിയുള്ള ഒരു അടിയാണ് ഇത്. ഗവൺമെന്റ് ആശുപത്രിക്കും ഇതെല്ലാം ബാധകം. അതെ, ഈ സർക്കാർ ആശുപത്രികളിലെ സ്ഥിതിവിശേഷം വെച്ചാൽ വളരെ ദയനീയമാണ്. ഈ എത്തപ്പെടുന്ന രോഗികളിൽ ഭൂരിഭാഗവും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മോർച്ചറിക്ക് സ്വന്തമാകുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അധികം ആരും രക്ഷപ്പെട്ടു പോകാറില്ല. കാരണം നമ്മുടെ ആരോഗ്യ മേഖല, ഞാനൊരു സംശയം ചോദിക്കുന്നതാണ്. നേരത്തെ ചോദിച്ചതുപോലെ ഈ മരുന്നാണെങ്കിലും ഈ രോഗപ്രതിരോധമാണെങ്കിലും രോഗികൾക്ക് നൽകേണ്ട ചികിത്സയാണെങ്കിലും എല്ലാം സർക്കാർ ചിലവിൽ എന്ന് പറയപ്പെടുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സൗജന്യമായിട്ട് രോഗികൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയല്ലേ? RCCയിൽ അടക്കം ഇതല്ല സ്ഥിതിവിശേഷം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായും RCCയിൽ അടക്കം നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സാധനവും, അത് സൂചി തൊട്ട് ഒരു ഗുളിക വരെ പുറത്തു നിന്ന് വാങ്ങി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തരംതാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല എവിടെയാണ് പുരോഗമിച്ചിരിക്കുന്നത്? അപ്പൊ എന്റെ സംശയം ഇതാണ്, ഈ സൗജന്യ ചികിത്സ എന്ന് പറയപ്പെടുന്നത് എന്താണ്? അപ്പോൾ അത് കടലാസിൽ മാത്രമേ സൗജന്യം ഉള്ളൂ. അവിടുത്തെ കടലാസിന് പോലും OP ടിക്കറ്റിന് പോലും 5 രൂപ എന്തോ കൊടുക്കണം. ഇപ്പൊ അതിനും എന്തോ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയാലും 5 രൂപ കൊടുക്കണം. അപ്പം അങ്ങോട്ട് കാലെടുത്ത് വെക്കണമെങ്കിൽ തന്നെ ആദ്യമേ ദക്ഷിണ കൊടുത്തിട്ടാണ്, 5 രൂപ ദക്ഷിണ കൊടുത്തിട്ടാണ് ഒരു കടലാസം വാങ്ങിച്ചുകൊണ്ടാണ് ഡോക്ടർ അടുത്തോട്ട് പോകുന്നത്. പിന്നെ പണ്ട് രാജഭരണകാലത്താണ് ഇത് ധർമാശുപത്രി ആയിരുന്നു. അല്ല, ഇപ്പൊ ഈ സർക്കാരുകൾക്ക് പങ്കില്ലേ ഇതിനെ ധർമാശുപത്രി ആയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുവാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ ഉത്തരവാദിത്വം അവര് വേണ്ടി വന്നാൽ പറയും ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ആ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ പോയി ഇൻഷുറൻസ് എടുത്ത് രക്ഷപ്പെട്ടോളാനാണ് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. സത്യത്തിൽ ഇവിടെ ഈ സർക്കാർ ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ എന്ന് പറയപ്പെടുന്നതാണ് സ്വകാര്യ ആശുപത്രികൾ കൂണുപോലെ ഇവിടെ മുളച്ചു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ഒരു വലിയ അളവ് വരെ അത് ശരിയാണ്. കാരണം സർക്കാരിന് പരമപ്രധാനമായി അവർക്ക് ചെയ്യാവുന്നത് പരമാവധി ആശുപത്രികൾ, ആ ആശുപത്രികളിൽ 2 രീതിയിലും വേണം. ഭൗതികമായ സാഹചര്യങ്ങൾക്ക് നല്ല പുതിയ കെട്ടിടങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ആ കെട്ടിടം നിർമ്മിച്ചാൽ പോരാ. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇപ്പൊ ചെയ്യുന്ന എന്താ, ഒരു പുതിയ കെട്ടിടം അങ്ങോട്ട് പണിയും, 1 വർഷം കഴിയുമ്പോൾ ചോർന്നൊലിയും. സ്മാർട്ട് റോഡ് തിരുവനന്തപുരത്ത് എത്ര നാളായി ഉദ്ഘാടനം ചെയ്തിട്ട്, എത്ര അടുത്ത് പൈപ്പ് ലൈനിന് പൊട്ടിച്ചു. അതുപോലെയാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ. അവിടെ ഈ കൊണ്ടുവരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, പുതിയ മെഷീനുകളൊക്കെ വന്നാൽ 6 മാസം കഴിയുമ്പോൾ അത് കേടാകുകയല്ല, കേടാക്കുകയാണ്. അതിന് ആർക്കും അക്കൗണ്ടബിലിറ്റി. കേടാക്കുമ്പോൾ സംഭവിക്കും, സ്വകാര്യ മേഖലയിലേക്ക് ആ പണം എത്തും. അതിനുവേണ്ടിയാണ് കേടാക്കുന്നത്. മിക്കവാറും ഈ വന്ന് കേടാക്കി കൊടുക്കുന്നതിനുള്ള ചെലവ് അവരായിരിക്കും വഹിക്കുന്നത്. സ്പോൺസേഡ് ബൈ, ആശുപത്രിയുടെ പേര് പറയില്ലെന്നേ ഉള്ളൂ. ഒരു ടീം തന്നെ ഉണ്ടാകും ഇത് കേടാക്കാൻ തന്നെ. ഇതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് വരുമ്പോഴാണ് നമ്പർ 1 ആകുന്നത്. അല്ലാതെ പാറശാല, ഇപ്പൊ സാന്ദർഭികമായി ഓർമ്മ വന്നയാ, പാറശാലയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ഫെബ്രുവരിയിൽ എങ്ങാണ്ട് ഒരു താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു, കൊട്ടി ഘോഷിച്ചു, വലിയ ഇതായിരുന്നു. അവിടെ കുറെ കട്ടിൽ മാത്രമേ ഉള്ളൂ, ഡോക്ടറില്ല. ഇപ്പം ഡോക്ടർമാരുടെ കാര്യത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? പുതിയ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 2-3 പേരെ എടുത്ത് അങ്ങോട്ട് വിടും. അപ്പൊ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? വീണ്ടും ചുരുങ്ങും, പിന്നെ ദയനീയമാവും. ആ പുതിയതായ നിയമനങ്ങൾ നടത്തുന്നില്ല. ഇനി ഈ രോഗി ഡോക്ടർ ഒരു അനുവാദം വേണ്ടേ? ഇപ്പൊ ഇവർ പറഞ്ഞു വരുന്ന പലപ്പോഴും എന്താ, രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. രോഗികളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാ? ഭരണ നേട്ടമാണോ?
ഒരിക്കലും രോഗികളുടെ എണ്ണം കുറയുന്നതല്ലേ ഭരണ നേട്ടം, അതോ രോഗികളുടെ എണ്ണത്തിലും നമ്പർ 1 ആകാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്? ഇനി രോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു മുഖ്യ വിഷയം എന്താ? അത് നമ്മൾക്ക് ഒരു സംശയവും വേണ്ടല്ലോ. അതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. 29 ബാർ ഉള്ളിടത്ത് 1000 ബാറുകൾ തുറന്നു കൊടുത്തു. രാസലായനി മുഴുവൻ കിട്ടും, പിന്നെ കീടനാശിനികൾ, സർവത്ര ആരോഗ്യം നശിക്കുന്ന എല്ലാ സംവിധാനവും ഉണ്ടാക്കി വെച്ചിട്ട് രോഗികളുടെ മസ്തിഷ്ക ജ്വരത്തിൽ എത്ര പേർ മരണപ്പെട്ടു, അതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ കുത്തഴിഞ്ഞ് ആരോഗ്യ രംഗത്തിന് ഏറ്റവും അനാരോഗ്യമായ ഒരവസ്ഥയിലാണ് ആരോഗ്യ മേഖല നിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹം. ഈ സ്വകാര്യ മേഖലകളെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ഇങ്ങനെ കൊഴുപ്പിച്ചെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ എന്ത് കാര്യത്തിനും പണമില്ലാതെ നമുക്കൊരു സ്വകാര്യ ആശുപത്രി പോകാൻ കഴിയുന്നുണ്ടോ? താങ്കൾ ഈ പറഞ്ഞ പോലൊരു വാദം വളരെ ശരിയാണ്. കാരണം ഇവര് റേറ്റ് ഫിക്സ് ചെയ്ത് എഴുതി വെച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു ഇത്രയും രൂപ കൊണ്ട് പോയാൽ മതിയെന്ന്. പക്ഷെ അത് എഴുതി വെക്കുന്നില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും എഴുതി വെക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ പല ടെസ്റ്റുകളും എഴുതി തരുമ്പോൾ ആ കൗണ്ടറിൽ ചെന്ന് നിൽക്കുന്നവരുടെ നെഞ്ചിടിപ്പുണ്ടല്ലോ, ഭയങ്കരമാണ്. അത് അങ്ങ് 4-5 നിലയുടെ മേളിൽ പേഷ്യന്റിന് വരെ ഈ ബൈസ്റ്റാൻഡർ എപ്പോഴും വെളിയില്ല. ഈ ബൈസ്റ്റാൻഡറുടെ നെഞ്ചിടിപ്പ് മിക്കവാറും ഈ ബില്ലിന്റെ തുക കേൾക്കുമ്പോൾ ഇത് വാങ്ങാൻ വന്നവനെ ICU യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. മറിച്ച് ഇന്നതിന് ഇത്ര രൂപ എന്ന് മുൻകൂർ ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ പലതരം ഡോക്ടറെ ആ ടെസ്റ്റ് ഒന്ന് ഒഴിവാക്കി തന്നെ നമ്മൾ. അതെ, പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ പനിയായിട്ട് പോയാൽ പോലും സ്വകാര്യ ആശുപത്രികളിൽ ടെസ്റ്റ് കഴിയാതെ ഒരു പരിപാടിയില്ല. അതായത് ഒരു 100 രൂപയ്ക്ക് തീരേണ്ട പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്ക് തീരേണ്ട പണിയാണെങ്കിൽ നമ്മൾ 5000 രൂപ ഇല്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ല. സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, ഇതിങ്ങനെയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്തവനെ അറ്റാക്ക് വരുത്തുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. ഇനി കാൽമുട്ട് വേദനയുമായിട്ട് വരുന്നവന്റെ കാൽമുട്ട് അടക്കം എടുത്തു മാറ്റിയിട്ട് പുതിയ ഒരു കാൽമുട്ട് വയ്ക്കപ്പെടുന്ന കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. എല്ലാത്തിനും ശസ്ത്രക്രിയയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മാറ്റിവെക്കൽ, അവയവ മാറ്റിവെക്കൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവയവം എന്ന് പറയപ്പെടുന്ന മാറ്റിവെക്കുന്നതിലൂടെ അവയവം മാറ്റിവെച്ച് അതിനകത്ത് കോടികൾ സമ്പാദിക്കുമ്പോഴും മറ്റൊരു മാർഗത്തിലൂടെ ഈ അവയവങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ധാരണ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം കൂടി അതിനകത്ത് ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ നമ്മളിവിടെ കൂണുപോലെ മുളച്ചു പോകുന്ന സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പക്ഷെ അത് നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികൾ കുറ്റമറ്റതാകേണ്ടതുണ്ട്. അതാകുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലേ? അതെ, അതായത് ഹാരിസ് ചിറക്കൽ എന്ന ഒരു ഡോക്ടർക്ക് ഡോക്ടർ സമൂഹത്തിൽ ഉണ്ടാകുന്ന മനുഷ്യത്വവും കരുതലും അത് സർക്കാരിനും ഉണ്ടാകണം. സർക്കാരിനുണ്ടായാൽ ഈ ഡോക്ടർമാർക്ക് പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടി വരില്ല. അത് നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു അപജയമായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഈ ആശുപത്രിയിൽ നമ്മൾ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 1982 ഒരു അസുഖമായി ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ ഉടൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ. ഭാഗ്യവശാൽ എൻ്റെ ഒരു സ്ഥിരം ഡോക്ടർ ആ സമയത്ത് വന്ന് ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ട് ട്രിപ്പ് ഇട്ട് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പ്രൈവറ്റ് ബസ് കയറി വീട്ടിൽ പോയി. 82 പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി, എനിക്കിപ്പോഴും ഒരു അസുഖവും ഇല്ല. ആ മേഖലയിൽ ഒരു പ്രശ്നമില്ല. മറ്റേ ഡോക്ടർ ദൈവദൂതനെ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തേനെ ഞാനും വീട്ടുകാരും കരുതും ആ ഡോക്ടർ എന്ത് നല്ല ഡോക്ടർ, എൻ്റെ വേദന ഇല്ലാതാക്കി തന്നു. ഒരുപക്ഷെ ആ ഓപ്പറേഷൻ വല്ലതും ചെയ്തു പോയെങ്കിൽ ഞാൻ വേറെ വല്ല രോഗിയായി മാറി. അപ്പൊ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ സ്വകാര്യ ആശുപത്രിയിലാണേലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ഈ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറിക്കൊള്ളുക. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും, ഇല്ലെങ്കിൽ മോർച്ചറിയിൽ പോകും എന്നുള്ളൊരവസ്ഥയിലാണ്. പിന്നീട് ഈ അടുത്ത സമയത്ത് നമ്മൾ കാണുകയുണ്ടായി, മരണപ്പെട്ടു എന്നൊരു ഡോക്ടർ, ഒരു MBBS ഡോക്ടറുകാരൻ ബോധ്യപ്പെട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം വേണ്ട, നമുക്ക് വേറൊരു വലിയ ആശുപത്രി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആംബുലൻസിൽ ആ ഡോക്ടറും കൂടെ കയറി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ICUലാക്കാമെന്ന് പറഞ്ഞപ്പോ ഈ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, ഞാൻ പരിശോധിച്ചപ്പോൾ പൾസുമില്ല, മരണപ്പെട്ടു. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് കുറവായത് കൊണ്ട് ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞത് കൊണ്ട് ആ കുടുംബത്തിന് മരിച്ചയാള് മരിച്ചു. അല്ല, അവിടെ ആ വെന്റിലേറ്ററിൽ കിടത്തി ഒരു 2-3 ദിവസം കൊണ്ടുപോയാനെ
ഒരു 5-6 ലക്ഷം രൂപ അതിൽ നിന്ന് പോയി കിട്ടിയ അതാണ് ഈ സ്വകാര്യ ആശുപത്രികൾ ചെയ്യുന്നത്. അതെ. കൊള്ളയാണ് നടത്തുന്നത് ഇവന്മാര്. കൊള്ള. അതെ. ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞു തിന്നുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഈ സ്വകാര്യ ആശുപത്രികൾ. ഈ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കുവാൻ സർക്കാരിന് കഴിയണം. എന്നിട്ട് പറയൂ, നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. അതെ. ഒറ്റപ്പെട്ട ആശുപത്രികളും ഡോക്ടർമാരും ഉണ്ടാകാം. പക്ഷെ ഭൂരിപക്ഷവും ഇതിനെ ഒരു വ്യവസായമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ക്രിസ്റ്റോസ്റ്റം തിരുമേനി ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇങ്ങനെ ആശുപത്രികളൊക്കെ നടത്തിയ ചിലര് മരണപ്പെട്ട അവിടെ ചെന്നപ്പോൾ, സ്വർഗത്തിന്റെ ക്യൂവിൽ ചെന്നപ്പോൾ കയറ്റി വിട്ടില്ല. കയറ്റി വിടാതെ വന്നപ്പോൾ അയ്യോ ഞങ്ങള് പിന്നെ ഇതൊക്കെ ചെയ്തവരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സ്വകാര്യ ആശുപത്രി നടത്തി എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഈ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ അത് മുതലാളിമാരുടെ ലിസ്റ്റിലാണ്, അല്ലാതെ ആതുര സേവനം ചെയ്തതിൻ്റെ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തം ശിഷ്യന്മാരെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ഒരു രസകരമായ സംഭവം ഇപ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ട് വരും.